ലുലു സെലിബ്രേറ്റ് വെറുതെയല്ല ഭാര്യ സീസൺ 3 പവർഡ് ബൈ വിവലിലേക്ക് സ്വാഗതം. മനസ്സ് മരവിച്ചിരുന്ന ഒരു കാലത്ത് 1000 വർണ്ണങ്ങളുമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നീ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ വെളിച്ചമാണ്. 10 കൊല്ലം സ്നേഹിച്ചിട്ട് ഒരു ലവ് ലെറ്റർ എനിക്ക് കിട്ടിയിട്ടില്ല ആ കയ്യിൽ. കിടു പെർഫോമൻസ്. This was a poetic performance. ദൈവമേ വലിയ കയ്യത് ദൈവം ഇതുപോലെ ശരിക്കും റംസാനായിട്ടുണ്ട് നടക്കണ്ടായിരുന്നു. ആരപ്പോ ലവ് ലെറ്ററുമായിട്ട് വരുന്നു മഞ്ജേഷ് ആൻഡ് ഷാജിദ. എൻ്റെ മോളുവിന് മനസ്സ് മരവിച്ചിരുന്ന ഒരു കാലത്ത് 1000 വർണ്ണങ്ങളുമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നീ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ വെളിച്ചമാണ്. ഒന്നുമില്ലാതിരുന്ന കാലത്ത് എല്ലാത്തിനും താങ്ങും തണലുമായി നിന്ന് ഞാൻ വല്ലപ്പോഴെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് എൻ്റെ മനസ്സിൽ തൊട്ട് ക്ഷമ ചോദിക്കുന്നു. മോളു നീയില്ലാതെ എനിക്ക് ജീവിതത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ഇത്രയൊക്കെ എഴുതിയെങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് നിന്നോട് ദേഷ്യം തോന്നാറുള്ള ഒരു കാര്യമാണ് കേട്ടോ. ചില സമയത്ത് നിൻ്റെ സംസാരം ശരിയല്ല, കാരണം എപ്പോൾ എവിടെ എന്തു പറയണമെന്ന് നിനക്കറിയില്ല. നിനക്ക് മുൻദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും അതൊന്ന് മാറ്റാൻ ശ്രമിക്കണം. ശ്രമിച്ചാൽ അത് മാറ്റാവുന്നതേ ഉള്ളൂ. നമ്മൾ സ്നേഹിച്ചിരുന്ന കാലത്ത് നീ എന്തൊരു പാവമായിരുന്നു. ഇപ്പോഴും പാവമാണ് കേട്ടോ. വിഷമമായോ? പോട്ടെ, സാരമില്ല. നിൻ്റെ ചേട്ടായല്ലേ പറഞ്ഞത്, നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന് വിചാരിച്ചാൽ മതി. അയ്യോ ഒരു കാര്യം, നീ ഇന്ന് രാവിലെ വല്ലതും കഴിച്ചോ? നമുക്കിന്ന് ഷൂട്ടുള്ളതാണ്. ഓ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ എലിമിനേഷൻ റൗണ്ടിൽ നിന്നും ഇപ്രാവശ്യം ഏറ്റവും മുമ്പിലെത്താൻ കഴിഞ്ഞത് നിൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ്. അതിലെനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട്. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയും എത്താൻ കഴിയുമെന്ന് ഒരിക്കൽ കൂടി നീ തെളിയിച്ചു. ജീവിതത്തിൽ ഞാൻ നല്ലൊരു നിലയിലെത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നീ തന്നെയാണ് എൻ്റെ എല്ലാം. നമ്മുടെ അമ്മച്ചിയും നമ്മളും നമ്മുടെ കുഞ്ഞും ഒരുമിച്ച് സ്വന്തമായിട്ടൊരു വീട്ടിൽ ഒരുമിച്ച് കഴിയാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എന്ന് നിൻ്റെ മാത്രം ചേട്ടായി എൻ്റെ മോളുവിനെ. Small, beautiful, romantic, realistic. Thank you. നമ്മളെപ്പോഴും പറയാറില്ലേ, ഗുഡ് തിങ് കംസ് ഇൻ സ്മോൾ പാക്കേജസ്. യെസ്. സോ ഇത് പ്രസൻറ്റ് ലവ് ലെറ്റർ. ഇന്ന് മഞ്ജേഷിന് ലവ് ലെറ്റർ എഴുതാൻ കൊടുത്താൽ മഞ്ജേഷ് എന്ത് ഷാജിദേൻ്റെ അടുത്ത് പറയണം എന്ന്, അത് റിയലിസ്റ്റിക് ആയിട്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കറക്റ്റ് തന്നെയാണ്. വെരി ഗുഡ്, എക്സലന്റ്. ഷാജിദ? ആദ്യം സന്തോഷം തോന്നി, കാരണം 10 കൊല്ലം സ്നേഹിച്ചിട്ട് ഒരു ലവ് ലെറ്റർ എനിക്ക് കിട്ടിയിട്ടില്ല ആ കയ്യിൽ. ആദ്യമായിട്ട് കിട്ടുവാണ് ഒരു ലവ് ലെറ്റർ. അതിൽ വളരെയധികം സന്തോഷം. ഇടയ്ക്ക് വന്നപ്പോൾ സങ്കടം തോന്നി. ചേട്ടാ ഈ ലവ് ലെറ്റർ തന്നു എനിക്ക് വളരെയധികം സന്തോഷം. പരിചയല്ലേ? മാങ്കുഴി ഒന്ന് ഹഗ് ചെയ്യൂ. എന്നാലും ഹലോ മാങ്കുഴി. യെസ് ചേച്ചി. ദേഷ്യം എന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് വരിയിലുണ്ടായിരുന്നു. ദേഷ്യത്തിന് കാരണം എപ്പോഴും ഒരു സങ്കടം ഉണ്ടാവും. വെറുതെ ആർക്കും ദേഷ്യം വരില്ല. അപ്പോൾ മുൻദേഷ്യം ഉണ്ടെങ്കിൽ ഒരു സങ്കടം ഷാജിദയുടെ ഉള്ളിലുണ്ട്. എന്താ അത് ഞാൻ മീൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം സംസാര രീതി, അതായത് കള്ള രണ്ടും രണ്ട് സ്റ്റൈലിലാണ്. അത് സെക്കൻഡ് ചോയ്സാണ് പുള്ളിക്കാരത്തിന്. അതായത് ചിലപ്പം അത് അവൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു ദേഷ്യം തോന്നുമ്പോൾ അതെനിക്ക് ഫീൽ ചെയ്യും. അത് മാത്രം ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. അതെ, ഇതിന് ഒരു കാരണം പറയാറുണ്ട് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ. എന്താണെന്ന് അറിയാമോ? നമ്മൾക്ക് ഏറ്റവും ഇപ്പോൾ ഷാജിദയെ സംബന്ധിച്ച് ഷാജിദയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ജേഷാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഷാജിദയ്ക്ക് ഏറ്റവും ഇഷ്ടം, സംശയമില്ല, കത്തിൽ പറഞ്ഞേക്കുന്നത് പോലെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷെ ഷാജിദയുടെ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബക്കാരിൽ അച്ഛനപ്പൂപ്പന്മാരും ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ, സ്നേഹമായി കഴിഞ്ഞാൽ ഇഷ്ടമുള്ളവരോട് ദേഷ്യമെടുത്ത് ശീലിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അച്ഛനമ്മ, അമ്മ അച്ഛനെ, അതൊക്കെ നമ്മുടെ സ്വന്തമായി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം അവരോട് എടുക്കാമെന്നും അതാണ് സ്വാതന്ത്ര്യമെന്നുമാണ്
ഷാജിദ കണ്ട് ശീലിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഷാജിദ അത് തന്നെ ചെയ്തു പോരുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ അമ്മമാരെ പോലെയോ അമ്മൂമ്മമാരെ പോലെയുമായി എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്നും മാറി വേറൊരു ഇൻഡിവിജ്വൽ ആവാൻ പലപ്പോഴും പറ്റാറില്ല. പലപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നതും ശരികൾ തെറ്റുകൾ പറഞ്ഞു കൊടുക്കുന്നതും അവരുടെ അറിവാണ് നമുക്ക് പകർന്നു തരുന്നത്. നമ്മൾ അവരായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഷാജിദ ഒന്ന് ആലോചിച്ച്, ഇത്രയും പേരെ കാണുന്നു, ഇത്രയും എക്സ്പോഷർ കിട്ടുന്നു, അത് ഒരു സങ്കടമായിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറ്റാൻ ഇത്രയും സ്നേഹമുണ്ട്. അതപ്പോൾ ഷാജിദയുടെ ഉള്ളിലെ സ്നേഹമാണ്, വെളിയിൽ നിന്നൊരിടത്ത് അഭിനയിച്ച് തല്ലത്. അപ്പോൾ ആ സ്നേഹം എപ്പോഴും കാണിക്കാനും അത് ശബ്ദത്തിലും വാക്കിലും എപ്പോഴും, തമിഴിൽ പറയും ഇനിമയാക പേസ് മധുരமான പേസ് എന്ന് പറയും. അത് സത്യമായിട്ടും സ്നേഹമായിട്ടും സംസാരിക്കുക. അത് തന്നെ നിങ്ങളുടെ മകളും കേട്ട് വളരും. അത് ഇപ്പോൾ പുതിയൊരു ഇൻഡിവിജ്വലും ആവാൻ പറ്റും. അത് ആ കുറവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കടം പറഞ്ഞത് മാറ്റാൻ ഷാജിദ തയ്യാറാവണം. ഈ സ്നേഹത്തിന് ഇത്രയും സത്യസന്ധമായിട്ട് എഴുതിയ മഞ്ചേഷൻ, അതിൻ്റെ എന്താ പറയുക, റിയലിസ്റ്റിക്, നേരത്തെ പറഞ്ഞ പോലെ വെരി ഗുഡ്, എക്സലൻറ്റ്. അത് തന്നെയാണ്, റിയലിസ്റ്റിക് ആണ് സംഭവം. ഒരിക്കലും ഒരു മരച്ചുവട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. വളരെ നൈർമല്യം അതിലുണ്ടായിരുന്നു. നിങ്ങൾ മീൻ ചെയ്ത് എന്ത് മീനാ ചെയ്തത്? ഞാൻ അത് ചില സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്, അത് ഇപ്പം എന്നോടാണെങ്കിൽ തന്നെ ചിലപ്പം ഉദ്ദേശം നല്ലതായിരിക്കും, പക്ഷെ അത് ടോൺ, അത് ഉള്ള സ്വാതന്ത്ര്യം, ഇപ്പം മേഡം പറഞ്ഞ പോലെ സങ്കടം മനസ്സിൽ ഇപ്പോൾ സ്നേഹം കൂടുതലുള്ളതുകൊണ്ടായിരിക്കും, എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും ഞാനത് അങ്ങനെ ചിലപ്പം പറയുന്ന ടോൺ നമുക്ക് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത് വേറെ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെ ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ? കാരണം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ സ്നേഹം കൊണ്ടാണ് അവൾ ദേഷ്യപ്പെടുന്നത്, മുൻകോപം കാണിക്കുന്നതെന്നൊക്കെ. അങ്ങനെയാണ് പിന്നെ അനുഭവിച്ചു കൊടുക്കുക തന്നെയാണ് നല്ലത്. അത് പിന്നെ ഇരിക്കട്ടെ. ഇതല്ലാണ്ട് എപ്പോഴും ആ ഡാൻസ് എപ്പോഴും വേണമെന്നില്ല, എപ്പോഴും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും മലക്കിടാനൊക്കെ. അല്ല, മറിച്ചാണെങ്കിൽ എപ്പോഴും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് യാതൊരുവിധ ദേഷ്യവും കാണിക്കാതെ പെരുമാറുന്നു. ഒരിക്കലും അങ്ങനെയുള്ള ഷാജിദനെ എനിക്ക് ഓർക്കാൻ കൂടി കഴിയും. അതാ പറഞ്ഞ ഷാജിദയെ അതുപോലെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ഒരു കാര്യം ഞാൻ തീർത്തും പറയാം, നിങ്ങളുടെ കാര്യത്തിൽ മൂന്നാമതൊരു പാർട്ടിക്ക്, മൂന്നാമതൊരാൾക്ക് ഒരു താല്പര്യമില്ല കേട്ടോ. അവരെന്ത് ചിന്തിക്കുന്നു, അവരെന്ത് പറയുന്നു, അവരെങ്ങനെ എടുക്കുന്നു എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം പോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ നല്ലത് പറഞ്ഞെന്ന് തന്നെ വിചാരിക്കുക, വളരെ നല്ല രീതിയിൽ നിങ്ങൾ ഭർത്താവിനോട് പെരുമാറിയാലും അസൂയപ്പെടേണ്ടവർ അസൂയപ്പെടും, അതിനെ മോശമായിട്ട് വ്യാഖ്യാനിക്കേണ്ടവർ അങ്ങനെ ചെയ്യും എന്നല്ലാതെ മൂന്നാമതൊരാൾക്ക് അത്ര കണ്ട് പ്രാധാന്യമൊന്നുമില്ല ജീവിതത്തിൽ. അവരുടെ ആവശ്യം വരുമ്പോൾ നിങ്ങളെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടാവും. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് തിരിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് എന്താ പറയാമെന്ന് നമുക്കറിയില്ല. നിങ്ങൾ ഒരു പക്ഷേ അവരുടെ മുമ്പിൽ വെച്ച് പറയുന്നൊരു സ്വഭാവം മാറ്റണം എന്നായിരിക്കും അദ്ദേഹം പറയണത്. പക്ഷേ ഇത് ഈസ് ഇമ്മെറ്റീരിയൽ, പറഞ്ഞാലും ഇല്ലെങ്കിലും. ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ. മനസ്സിലായി? You know what you mean? അതെ, ഒരു മത്സ്യത്തെക്കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്, ചോദിക്കാം. ഇത് ശ്വസിക്കുമോ ഈ മത്സ്യം എന്ന് പറഞ്ഞ സാധനം? അതിനെക്കുറിച്ച് എനിക്ക് യാതൊരുവിധ, നിങ്ങൾക്കറിയാവോ? ശ്വസിക്കുമോ? കടലിൽ ശ്വസിക്കും, കരയിൽ ശ്വസിക്കില്ല. ശ്വസിക്കും, പക്ഷെ ഒന്നും കിട്ടൂല, ചത്തുപോയില്ലേ. അല്ല, കടലിൽ എങ്ങനെയാ ശ്വസിക്കുന്നത്? വെള്ളമാണ് ശ്വാസം? അല്ല, അറിയില്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ചോദ്യം മനസ്സിലാക്കി രക്ഷപ്പെടാൻ ഉത്തരം പറഞ്ഞു തരൂല, അപ്പൊ എല്ലാവർക്കും ഇല്ല, അതിന്റെ പുറകെ വേറെ ചോദ്യം വരും. അല്ലല്ല, എങ്ങനെയാ അത്? ചെകള കൊണ്ട്. അറിയാം കേട്ടോ, കൈ കൊടുക്കണേ. മത്സ്യം ഉറങ്ങുമോ? മത്സ്യം കണ്ണടച്ച് ഉറങ്ങാറില്ല, മരിക്കുമ്പോൾ മാത്രമേ കണ്ണടക്കത്തുള്ളൂ. മരിക്കുമ്പോൾ കണ്ണടയ്ക്കുമോ? ഇല്ല, ചില മത്സ്യങ്ങൾ. കണ്ണ് തുറന്നുറങ്ങുന്നത് മത്സ്യം മാത്രമാണോ? മനുഷ്യർ ഉറങ്ങാറുണ്ടോന്ന് എനിക്കറിയാം. ഷാജിദ മാത്രം കണ്ണ് തുറന്നുറങ്ങും. എവിടെ ഇരിക്കും? ജഡ്ജിങ് സീറ്റിലിരിക്കുമ്പോ ഷാജിദ അതെ 8 മാർക്ക്. നല്ല രസമുള്ളൊരു കത്തായിരുന്നു മഞ്ജുഷേട്ടാ.
ഷാജിദയുടെ ദേഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നത്, അത് ഷാജിദേനെ മഞ്ജുഷേട്ടൻ അങ്ങനെ പറഞ്ഞാലും പിന്നെ അത് സാരില്ല, നിൻ്റെ ചേട്ടായി അല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞത് നമുക്ക് കേൾക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഷാജിദ ഭക്ഷണം കഴിച്ചോ, അതൊക്കെ പോട്ടെ, നീ ഇന്ന് വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അറിയണം അവൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ നീ കാരണമാണ് കഴിഞ്ഞ എലിമിനേഷനിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ട് മുൻപന്തിയിൽ എത്താൻ പറ്റിയത്, അത് സമ്മതിച്ചു കൊടുക്കാൻ മഞ്ജുഷേട്ടൻ തയ്യാറാണ്. ഷാജിദയുടെ ആ ഒരു പെർഫോമൻസ് കൊണ്ടാണ് അത് നേടാൻ കാരണം എന്നുള്ളത്. അത് മഞ്ജുഷേട്ടൻ്റെ വലിയൊരു മനസ്സ് തന്നെയാണ്. നന്നായിരുന്നു, നല്ലൊരു കത്തായിരുന്നു. ഓക്കെ റംസാന, നിങ്ങൾ കുറേ വർഷമൊക്കെ പ്രേമിച്ചുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പൈങ്കിളിക്കത്ത് പ്രതീക്ഷിച്ചു. ഒരിക്കലും ഭാര്യയ്ക്ക് പയ്യങ്കിളിക്കത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു. അങ്ങനെ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, മഞ്ചേശ്വരന് ദേഷ്യമില്ലേ? എനിക്കുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ വെട്ടിപ്പോവും. അതല്ല, ഷാജിദ എങ്ങനെ എവിടെയും അവോയ്ഡ് ആകരുത് എന്നുള്ള ഒരു ചിന്താഗതി, ആ സ്വഭാവം ഒന്ന് മാറ്റണം എന്ന് ഇപ്പൊ മാഷ് പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ കാര്യം നമ്മൾ നോക്കണ്ട. ഞാൻ ഇനി നോക്കാൻ ശ്രമിക്കാം ഞാൻ. ഓക്കെ അഞ്ജു. മഞ്ചേഷിൻ്റെ മനസ്സ് തുറന്ന് എഴുതിയ ഒരു ലവ് ലെറ്റർ എന്തായാലും നന്നായിരുന്നു. ഷാജിദ ഭാഗ്യം ഉണ്ട് മഞ്ചേഷിന് ലവ് ലെറ്റർ കിട്ടിയതല്ലേ, എന്തായാലും നന്നായിരുന്നു. ലക്ഷ്മി. മഞ്ജേഷിൻ്റെ ആ സ്നേഹം ആ കത്തിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ മുമ്പ് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ഉണ്ടാകുന്നത്, ഷാജിദ ഒന്നും വിചാരിക്കരുത്, നമ്മുടെ ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും ഹസ്ബൻഡുമാർ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരുടെ മുമ്പ് നല്ല രീതിയിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഒരു ചെറിയ ഇതുകൊണ്ട് പോലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം ഉള്ള അവസ്ഥയിലായിരിക്കും ആരെങ്കിലും ചോദിക്കുന്നത്. അപ്പം നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് കേൾക്കുന്നവർക്കൊരു ഇതായിട്ട് തോന്നും. പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ മഞ്ജേഷേട്ടാ, അത് എന്തായാലും ആ സ്നേഹം ഉള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത്. നന്നായി, താങ്ക് യു. അബിത. ലെങ്ത് കുറവാണെങ്കിലും നല്ല ഒരു സത്യസന്ധമായിട്ട് എഴുതിയ മാതിരി തോന്നി. ഒരുമാതിരി പൈങ്കിളി കത്തൊന്നുമല്ല, ശരിക്കും ചേട്ടൻ്റെ മനസ്സിൽ എന്താണോ തോന്നിയത് അത് എഴുതി. അയാൾ നന്നായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് അല്ലേ ചോദിക്കാം. ഓക്കെ, ശാശ്വതി. 8.5. റംസാന. 8.5. അഞ്ജു. 9 മാർക്ക്. 9 മാർക്ക്. ലക്ഷ്മി. 8.5. 8.5. അബിത. 8.5. 8.5. ചേച്ചി. 9 marks. 9 മാർക്സ്. സർ മസ്റ്റ്. 8.5 മാർക്ക്. 60.5 out of 70. Good. ഷാജിദ. താങ്ക് യു. മങ്കുഴി. പൊരുത്തം. സിറിൽ and Anu. Let's welcome. Yes. ഏതൊക്കെയാണ് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നത്? വലിയ പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അന്നുവിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പോവാണ്. സിറിൽ, പ്ലീസ് വെയിറ്റ് ഔട്ട്. ഓക്കെ, അനു. അനുവിൻ്റെ ശമ്പളം എത്രയാണ്? ആദ്യത്തെ ഫിഗേഴ്സ് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. 30,000+. ഓക്കെ. സിറിലിൻ്റെ ഇഷ്ടപ്പെട്ട മീന്? കരിമീൻ. കരിമീൻ. കല്യാണം കഴിഞ്ഞ് സിറിൽ അനുവിന് തന്ന ഗിഫ്റ്റ്? ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ. അതാണ് ആദ്യം കല്യാണം കഴിഞ്ഞ അതാണ് തന്നത്. ഓക്കെ ഓക്കെ. അനുവിൻ്റെ ചെരുപ്പിൻ്റെ സൈസ്? 10. ഓ, ലൈക്ക് മീ. വലിയ കാല. അനുവിൻ്റെ തൂക്കം? 74. അനു ജനിച്ച സ്ഥലം? കോട്ടയത്ത് കാരിത്താസ്. ഓക്കെ. അനുവിന് എത്ര പവൻ ആഭരണം ഉണ്ട്? അല്ല, ഇപ്പോൾ സേവിങ്സിൽ? സിറിൽ ഉണർന്നാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കും കുറച്ച് നേരം, അത് കഴിഞ്ഞ് ന്യൂസ് പേപ്പർ വായിക്കാം. പല്ലിയേക്കില്ലേ? ആദ്യം കൊച്ചിനെ എടുത്തോണ്ട് കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ പല്ലി വെക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ, ശരി. കുഞ്ഞിൻ്റെ അടുത്ത്. ഓക്കെ. കുഞ്ഞിൻ്റെ സ്ഥിരമായ ഡോക്ടറിൻ്റെ പേര്? സ്ഥിരമായ ഡോക്ടർ പാറ്റാനി. ഡോക്ടർ പാറ്റാനി. ഓക്കെ. കുഞ്ഞിനെ മാമോദിസ മുക്കിയ ദിവസം? ഡേറ്റ്? April 14th. April 14th. ഏതാഴ്ചയായിരുന്നു? സൺഡേ. ഓക്കെ, ലെറ്റ്സ് കോൾ സിറിൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അനുവിൻ്റെ ശമ്പളം എത്രയാണ്? ശമ്പളം പല ഇതിലാണ്. 24 ആണോ ബേസിക്, പക്ഷേ എൻ്റെ കൂടുതലൊക്കെ അലവൻസ് ഒക്കെ ഉണ്ട്. എക്സാക്ട് എമൗണ്ട് എനിക്കറിയത്തില്ല, കാരണം ഹൗസ് അലവൻസ്, ഹൗസ് റെൻ്റ്, അങ്ങനെ പല ഇത് വരുന്നതുകൊണ്ട്. ടോട്ടൽ റൗണ്ട് ഫിഗർ, ഒരു റൗണ്ട് ഫിഗർ. 30,000.
Not bad. സിറിലിന് ഇഷ്ടപ്പെട്ട മീൻ. കരിമീൻ. Not bad. Okay. കല്യാണം കഴിഞ്ഞിട്ട് അനുവിന് ആദ്യം കൊടുത്ത ഒരു ഗിഫ്റ്റ് സിറിലിന്റെ വക. മെയിനായിട്ട് മേടിച്ചൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തു, ഗ്രാൻഡ് മൊബൈൽ. ഓക്കെ. അനുവിന്റെ ചെരുപ്പിന്റെ സൈസ് 10. ഞാൻ മാറി മാറി ഇടാറുണ്ട്. അല്ല ഷൂസ് സ്ലിപ്പർ മോഡൽസ് ആണ്. ഓക്കെ. അനുവിന്റെ വെയിറ്റ് മാറിക്കൊണ്ടിരിക്കും. അല്ല, ഇപ്പോഴത്തെ വെയിറ്റ് ഇപ്പം ശരി മെലിഞ്ഞിട്ട് കാണുമല്ലോ. ഒരു 77, 78. 78. ജനിച്ചപ്പോ 3.5 ആണ് ഉണ്ടായിരുന്നത്. എന്താണ് ഇപ്പോഴത്തെ വെയിറ്റ്? 74. അതൊക്കെ ഇങ്ങനെ കൂടിയും കുറഞ്ഞു നിൽക്കും. അത് ഷോ ചില ദിവസം ഡാൻസ് ഒക്കെ ഉള്ളപ്പോൾ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയും, പിന്നെ വെയിറ്റ് കൂടും. അപ്പൊ എല്ലാ ഷെഡ്യൂളിലും ഒരു ഡാൻസ് കാണാല്ലേ? ശരി. അനു ജനിച്ച സ്ഥലം? ചിറക്കടവ്, മീൻസ് കാഞ്ഞിരപ്പള്ളി. ഹോസ്പിറ്റലിന്റെ പേര്? എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റലാണെങ്കിൽ ഉദ്ദേശിച്ചത് മാതാ ഹോസ്പിറ്റൽ എന്നാണ് തോന്നുന്നു. അല്ല, അതെനിക്ക് ഓക്കെ, കുഴപ്പമില്ല. എനിക്കൊന്ന് മേരി ക്യൂൻസ് കാഞ്ഞിരപ്പള്ളി. ഓക്കെ, ശരി. അനുവിന് ഇപ്പോ പ്രസന്റ് എത്ര പവൻ ആഭരണങ്ങളുണ്ട്? ഒരു ഐഡിയ ഇല്ല എനിക്ക് എത്ര പവൻ. ഞാൻ ഇതോട് ചോദിച്ചിട്ടില്ല അവളോട് എത്ര പവൻ ഉണ്ടെന്ന് ചോദിച്ചിട്ടുമില്ല. അപ്പോൾ അറിയില്ല, എനിക്കറിയത്തില്ല അത്. ശരി, ഓക്കെ, ഫൈൻ. സിറിൽ ഉണർന്നാൽ രാവിലെ ആദ്യം എന്ത് ചെയ്യും? ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റി ആണോ അതെയോ? അതെ, സിറിൽ ഉണർന്നാൽ രാവിലെ ഞാൻ സാധാരണ കൊച്ചിനെ എടുത്തോണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അതന്നെ. ഓക്കെ. കുഞ്ഞിന്റെ സ്ഥിരം ഡോക്ടറിന്റെ പേര്? ഡോക്ടർ പാറ്റാണി. Not bad, Siro. കുഞ്ഞിന് മാമോദിസ മുക്കിയ ദിവസം? ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, ആലോചിച്ച് വന്നു. ജനുവരി ഫെബ്രുവരി 28 ആണെന്ന് തോന്നുന്നു. കുട്ടി ജനിച്ച മാസം ഏതാ? ഡിസംബർ 19 ജനിച്ചു. ഡിസംബർ. അപ്പോൾ 2 തവണ മാമോദിസ മുക്കിയോ? ഇല്ല, എനിക്ക് ആ ഡേറ്റ് എക്സാക്ട് ഓർമ്മയില്ല. ഏപ്രിലായിരുന്നു. April 14. ഞാൻ ഡേറ്റ് ഓർത്തിട്ടില്ല ഒത്തിരി. വിഷു April 14, വിഷു സൺഡേ. അല്ല, സൺഡേ ആണെന്ന് ഓർമ്മയുണ്ട്, പക്ഷെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. സൺഡേ ഉണ്ട്, ഉറപ്പാണ്. ഓക്കെ, എന്തായാലും 6 out of 10. നോട്ട് ബാഡ്, നോട്ട് ബാഡ്, നോട്ട് ബാഡ്. മാഷേ, നിങ്ങൾ രണ്ടുപേരും ക്രിസ്ത്യാനിറ്റിയിൽ വളരെയധികം അല്ലേ അങ്ങേയറ്റം വിശ്വാസമുള്ള ആൾക്കാരാണ്. ശരിക്കും, തീർച്ചയായും ആണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സിറിൽ അത് മറന്നുപോകാൻ കാരണം? ഡേറ്റ്സ് അങ്ങനെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്ന ആളാണ്. അതാണ് എക്സാക്ട്ലി കാരണം. എനിക്ക് ഡേറ്റ്സ്, പല ഡേറ്റ്സ് ഞാൻ റിവൈൻഡ് ചെയ്ത് ചോദിക്കുമ്പോഴാണ് ഈ ഡേറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സാക്ട് ഡേറ്റ്സ് ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ. മമ്മദീസ് എന്തായാലും ഇവിടെ പറയും എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അത്. സ്പെഷ്യലി എന്തിനാ മാഷ് പറയുന്നത്? ബിക്കോസ് നമ്മൾ നിങ്ങൾ രണ്ടാളെയും ഉദ്ദേശിച്ചിട്ടാണ് ഈ ചോദ്യം വെച്ചത് തന്നെ. അതെ, നിങ്ങൾ തീർച്ചയായിട്ടും പറയുമെന്ന് ഞാൻ പറഞ്ഞു. അതെ, അപ്പൊ എനിക്കൊരു നമുക്ക് കോൺഫിഡന്റ് ആയിരുന്നു നിങ്ങൾ പറയില്ല. അത് മാഷ് പറഞ്ഞു, ഇല്ല, അത് സിറിൽ പറഞ്ഞിരിക്കും എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അത് തെറ്റിച്ചാൽ മനസ്സിലായില്ലേ?
അതുകൊണ്ടാണ് അത് ലാസ്റ്റ് ചോദ്യം. നാച്ചുറലായിട്ട് വരുന്നത്. അപ്പം അന്യോന്യം അറിയുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഫിഗേഴ്സും കാര്യങ്ങളും മാത്രമല്ല, മറ്റു പലതും കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. തീർച്ചയായും കുഴപ്പമില്ല. ചേച്ചി ഒരു തരത്തിൽ ഒരു കാര്യം ഓർക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിലൊന്നും പറയാനേ കഴിയില്ല. പക്ഷെ ഒരു കാര്യം, സ്വർണം എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതിനെ ഞാൻ ചോദിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞതിൽ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം സാധാരണഗതിയിൽ സ്ത്രീകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്നത് എത്ര സ്വർണം ഉണ്ടെന്നാണ്. ഞാനതിന് അനുവിന് സിറിൽ കൊടുക്കുന്ന വാല്യൂ ആണ് കാണുന്നത്. അതിൽ എന്താ പറയുക, വിമൻ ഫ്രെറ്റേണിറ്റിക്ക് വേണ്ടി ഐ താങ്ക് യു. അനുവിന് കൊടുത്തതാണ്, അത് അനുവിൻ്റെ കാര്യമാണ്. ഞാൻ ഈ വീട് നടത്തിക്കൊണ്ട് പോകുന്നത് അത് ബേസ് ചെയ്തല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അതിൽ. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. മാർക്ക് കുറഞ്ഞെങ്കിൽ പോലും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സൗന്ദര്യമാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അതിനെ സെക്കൻഡ് ചെയ്യുന്നു. ആ അർത്ഥത്തിൽ വളരെയധികം സെക്കൻഡ് ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം പറയട്ടോ, അത് അതിൻ്റെ സ്വഭാവത്തിൻ്റെ രീതിയിൽ വളരെ പെർഫെക്റ്റാണ്. ആവശ്യമെന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കണം. എന്തായാലും ഏറ്റവും വലിയ എക്സാമ്പിൾ ശാശ്വതി. യെസ്, നിങ്ങൾക്ക് രണ്ടാൾക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. സിറിലിനോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അനു കല്യാണം കഴിഞ്ഞ സിറിലിന് ആദ്യമായിട്ട് മേടിച്ചത് എന്താ ഗിഫ്റ്റ് തന്നത്? അനു എനിക്ക് സ്ഥിരമായിട്ട് മേടിച്ചു തരുന്ന ഷർട്ട്സാണ്. അത് ഓർക്കണ്ടല്ലോ അല്ലേ? നന്നായിരുന്നു. പിന്നെ മോൻ്റെ ആ മാമോദിസയുടെ കാര്യം, അത് ചിലപ്പോൾ സിറിലിൻ്റെ ടെൻഷനോണ്ട്, ചിലപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ടെൻഷൻ്റെ സമയത്തോണ്ട് മറന്നതായിരിക്കാം. നന്നായിരുന്നു. ഓക്കെ, റംസാന. ഉറക്കം എണീച്ച ഉടനെ ആദ്യം സിറിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് മനസ്സിൽ വിചാരിക്കുക കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നതാണെന്ന്. കാരണം ഞങ്ങൾ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഉറക്കം എണീച്ച് കഥ തുറന്ന് നോക്കിയാൽ സിറിൽ ഇങ്ങനെ വരാന്തയിലൂടെ നടക്കുന്നത് കാണാം. പിന്നെ മാമോദിസ കാര്യം ഞാൻ പറയുമെന്ന് പ്രതീക്ഷിച്ചു, കാരണം കുഞ്ഞിനോട് അത്ര ഇതായതുകൊണ്ട്. നന്നായിരുന്നു. അഞ്ജു, നിങ്ങളുടെ മനപ്പൊരുത്തം കുഴപ്പമില്ല, നല്ല രീതിയിൽ അത്യാവശ്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അറിഞ്ഞ് പെരുമാറിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഓക്കെ, ലക്ഷ്മി. മനപ്പൊരുത്തം കൊള്ളായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന റിലേഷൻസാണ്, ഒരു കുട്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കുമ്പോൾ, ഒരു ഭാര്യയൊക്കെ വരുമ്പോൾ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി കൂടെ മെമ്മറി കൊടുത്തത് സൂക്ഷിച്ച് വയ്ക്കാൻ ശ്രമിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഗോൾഡിൻ്റെ കാര്യം ചോദിച്ചിരുന്ന സിറിൽ പറഞ്ഞു. പക്ഷെ ഒരിക്കലും അനുവിനും അറിയാതെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല എന്ന്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, അബിത. ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി രണ്ടുപേരും ആൻസർ ചെയ്തു. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ മറന്നുപോയി. നമ്പേഴ്സൊക്കെ ഇനി ഓർക്കുക. അത് ഒരു തെറ്റല്ല, കാരണം മറവീൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഇവിടെ ഉണ്ട്. അതെ, ഞാൻ മനസ്സിലാക്കുന്നു ആ വിഷമം. ഓ, അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കണല്ലേ. എന്തായാലും ഇനിയുള്ള ഡേറ്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക, ശ്രമിക്കുക ഓർത്ത് വെക്കാൻ. അത് ആക്ച്വലി നിങ്ങളോടല്ല പറഞ്ഞത്, പറയണ അതെ എല്ലാവരോടും കൂടിയാണ്, ആരെ വേണമെങ്കിലും ഉദ്ദേശിക്കും. ഓക്കെ, 6 out of 10. ഗുഡ്. കപ്പിൾ ഗെയിം. കപ്പിൾ ഗെയിമിന് വരാൻ പോകുന്നത് ശ്രീനാഥ് ആൻഡ് ദിവ്യ. ഇതെന്താ? പിപി. നാദസ്വരം പഠിച്ചിട്ടുണ്ടോ? ഊതാലോ? ഊതാറിയില്ലേ? ഇത് ഊതിയാൽ ചെറിയ ചെറിയ പാമ്പുകൾ വരും. അതിന് ഇത് കോംപ്ലിമെൻ്റ് ചെയ്തിട്ട് ദിവ്യൻ്റെ സ്നേക്ക് ഡാൻസ്. പക്ഷെ ഒരു കാലില് ഈശ്വര, അപ്പൊ രണ്ടുപേരും കാറ്റ് വന്നുള്ള ഉറപ്പായി. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇത്ര ഉള്ളല്ലേ? അങ്ങനെയാണ്. ഫോർ എ ചേഞ്ച് എന്തായാലും നമുക്കറിയാം ദിവ്യക്ക് ഡാൻസ് അറിയാമെന്ന്. അപ്പോൾ ദിവ്യ ഊതട്ടെ, നിങ്ങളൊരു കാലില്. അപ്പോൾ ഊതു, ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. ഒരു സെക്കൻഡ് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യണോ അല്ലാതെ നേരെ ടാസ്ക് ആണോ? പ്രാക്ടീസ് എന്തായാലും ഒക്കെ ഒരുപോലെയും ചെയ്താലും ചെയ്തില്ലെങ്കിലും. തുടങ്ങിക്കോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഊതാന കണ്ണ് കെട്ടണല്ലേ? അത് കണ്ട ഡാൻസ് കളിക്കണം. ഇതല്ല ടാസ്ക്. കുറെ നേരമായി അവിടെ ചിരിക്കാൻ തുടങ്ങി, അതുകൊണ്ട് ഞാൻ ടാസ്ക് മാറ്റി. ഓക്കെ,
ഈസി ടാസ്ക് ആണ്. ശരി, ഒരുപാട് ചെരുപ്പുകൾ ഇവിടെ ഇടാൻ പോവാണേ. ദിവ്യന്റെ സൈസിന്റെ ഇപ്പൊ ഇട്ടിരുന്ന ചെരുപ്പ് ഇതിന്ന് കണ്ടെടുത്ത് ദിവ്യന്റെ കാലിൽ ഇട്ട് കൊടുക്കണം. ഓരോ ചെരുപ്പായിട്ട് കറക്റ്റായി ചെരുപ്പ് ഇടുമ്പോ ദിവ്യക്ക് 1 PP ഇടാം. തെറ്റാണെങ്കിൽ 2 PP ഇടാം. അതായത് എടുക്കുമ്പോ ഊരരുത്, കാലിലിടുമ്പോ ഊരിയാ മതി. കാലിൽ ടച്ച് ചെയ്യുമ്പോൾ മാത്രം നിങ്ങളുടെ സിഗ്നൽ തുടങ്ങാം പാടുള്ളൂ. ഓക്കെ, 5 മിനിറ്റ് ആണ് സമയം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് 5 minutes. Your time starts now. ഇവിടെ എന്തോ ആള് മാറി. സ്റ്റേജ് മുഴുവൻ ഓരോ ചെരുപ്പായിട്ട് ദിവ്യന്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. ഒന്ന് എടുത്ത് അവിടെ അല്ല, അവിടെ ഇടൂ. നിങ്ങളുടെ കാൽക്കുലേഷൻ എപ്പോ മാറ്റി തരാം. ദിവ്യനെ കണ്ടുപിടിക്കണ്ടേ? കിട്ടിപ്പോ കണ്ണു കളി തെറ്റി. സ്കിന്നില് തൊടുമ്പോ മാത്രം ട്ടോ. എന്നെ ഇവിടെ തൊട്ട് അല്ല, കാല്. സോറി. ഇത്ര നല്ലൊന്നും വരില്ല എന്തായാലും. സെക്കൻഡ് മിനിറ്റ് തുടങ്ങി. സെക്കൻഡ് മിനിറ്റ് തുടങ്ങിയോ? അല്ല, ഓക്കെ, ഇതും അല്ല. ഇത് അടുത്തത് ഇതിനൊരു ചെരുപ്പാണോ? ഈശ്വരാ, ഇതാള് മാറി. ഇതാള് മാറി. ഇത് ആളല്ലല്ലോ. തെറ്റിപ്പിടിക്കണമെങ്കിൽ ക്ഷമിക്കാം. ഇതല്ല ദൈവമേ, വലിയ കയ്യത്. ദിവ്യല്ല, ഉറപ്പ്, എനിക്ക് ഉറപ്പ്. അതെന്നെ പറ്റിച്ചു. കാലും പിടിക്കണോ? അല്ല, ഇതും തെറ്റി. 3 മിനിറ്റ് കഴിഞ്ഞു. അയ്യോ, 2.5 മിനിറ്റ് കഴിഞ്ഞു. അല്ല, ഇപ്പൊ ഇതാണെന്നൊരു ഡൗട്ടുണ്ട്. ഇതുപോലെ ചെരുപ്പ് റംസാൻ ഇട്ടുകൊണ്ട് നടക്കണ്ടായിരുന്നു. അത്ര വലിയ ചെരുപ്പ് എന്തായാലും വരില്ല. ഈശ്വര, ഇതെല്ലാം പറ്റില്ലായിരുന്നു. ചെരുപ്പില്ലേന്നു. ശരി, കാലിട്. വീണ്ടും തെറ്റി. ഒരു വിസിലടിച്ചാൽ കറക്റ്റ് അല്ലേ? അല്ല, ഇതേതാ അച്ചച്ചന്മാരുടെ ചെരുപ്പാണല്ലോ, വലിയ ചെരുപ്പാ. പഴുത്തല വീഴുമ്പോ പച്ചല ചിരിച്ചു പോകും. പഴുക്കും. ഭഗവാനെ, പരീക്ഷിച്ച് എവിടം വരെ കൊണ്ടുപോകണേ. ദിവ്യേ
ചെവി പൊളിഞ്ഞു പോണം. ഇതിട്ട് നോക്ക്. പക്ഷെ ഇതും തെറ്റാണ്. എൻ്റെ ഈശ്വര പീപ്പിളി കാരണം ആകെ. ഏയ് ഹീലില്ലാത്ത ചെരുപ്പ് എന്തായാലും ഉപയോഗിക്കില്ല. ആ ഹീലില്ലാത്ത ചെരുപ്പില്ലല്ലോ. ഇനി ആ ഭായിമാരോട് ഇത് അടിച്ചു വരണ്ടെന്ന് പറഞ്ഞു. എല്ലാം വൃത്തിയായിട്ടുണ്ട്. എൻ്റെ ദൈവം, ഇത് എവിടെ വരെ എത്തി വണ്ടി? ഇതൊക്കെ ഹീലില്ലാത്ത ചെരുപ്പാണല്ലോ. ഈശ്വര വിളി ഹീലില്ലാത്ത ചെരുപ്പാണ് ഇടാറുമില്ലല്ലേ. അയ്യോ വടാവേ. ആ കിട്ടിപ്പോയി. ദിവ്യ 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 ഇത് വലിയ ആളാ. ആള് മാറി. അല്ല ഇതെന്റെ ഭാര്യയല്ല. ഈശ്വര കണ്ണു കാണാല്ലോ. കണ്ണൂസേ ആരപ്പ പി പി ഇവിടുന്ന് എന്തോ. കണ്ണൂസ് എന്നിട്ട് നോക്കിയേ. എനിക്ക് വയ്യ. നിക്കപ്പിന് ഇതിന്റെ ആളെ കത്തി കണ്ടുപിടിക്കണം. ഓ എന്റെ ദൈവമേ. ലാസ്റ്റ് 1 minute. കണ്ണൂസ് ഇതിട്ട് നോക്കിയേ. കാലും കാണുന്നില്ലല്ലോ. ലാസ്റ്റ് 1 minute ആണോ? 40 seconds. അയ്യോ നിക്കേ. 30 seconds. ഹീലുള്ള ചെരുപ്പൊന്നും കാണുന്നില്ല. അയ്യോ ഇതാരോടോ. ഇത് വലിയ കാലം. ഇതല്ല ആള് മാറി. എൻ്റെ ഭാര്യയുടെ കുഞ്ഞു കാലം. ആ കിട്ടിപ്പോയി. കണ്ണൂസ് പൈസതേ വീണ്ടും 10 seconds. 8 7 6 5 4 3 2 1 stop. അയ്യോ ഒരെണ്ണം കിട്ടിയില്ലേ? അയ്യോടി. നിങ്ങൾ എന്റെ ചെരുപ്പിനെ പറ്റി എന്താ പറഞ്ഞേ? വലിയ ചെരുപ്പാണ്. അച്ചാച്ചന്റെ ഇപ്പൊ ശരിയാക്കി തരാം. ഇനിയൊരു തൂത്തുവാരൻ്റെ അവിടെ മുഴുവൻ വൃത്തിയായിട്ടുണ്ട്. അയ്യോ ഞാൻ ഇത്ര വലിയ കാല് ആരാ? ഞാൻ റംസാനയുടെ ചെരുപ്പാന്ന് വിചാരിച്ചു. അത്ര റംസാനെ കാരണം ഞാൻ റംസാനെ ചെരുപ്പ് ഉരുന്ന കണ്ടായിരുന്നു അവിടെ. അപ്പൊ ഇതുപോലത്തെ ചെരുപ്പാണ് ഞാൻ കരുതി റംസാനയുടെ ചെരുപ്പായിരിക്കും. എന്തായാലും പാർവതി ചേച്ചി എല്ലാം സീറ്റിൽ നിന്ന് ഇറങ്ങി. അയ്യോ ഒന്നടുത്ത് പാവം തോന്നി സത്യമായിട്ടും. ശ്രീനാഥിൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര നല്ലതായിരുന്നു. അവസാനം 5 minutes കഴിയുന്നവരെ പ്ലസൻ്റ് ആയിട്ട് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ എവിടെ എന്ന് ചോദിച്ചിട്ട് നടക്കുന്ന ഒട്ടും ഒരു ഫ്രസ്ട്രേറ്റഡ് ആവുമോ ഇറിറ്റേറ്റഡ് ആവുമോ ഒന്നും ചെയ്തില്ല. അത് ആ ഗെയിമിൻ്റെ അതിൻ്റെ സൗന്ദര്യത്തിൽ നിൽക്കുകയും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ടാസ്ക് ആയിരുന്നു. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ശ്രമിച്ചു. ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് ദിവ്യയുടെ മുഖത്തെ എക്സ്പ്രഷനാണ്. എന്ന് വെച്ചാൽ ഒരു ഭയങ്കരമായിട്ടൊരു കൊടുക്കലുണ്ടായിരുന്നു. ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നിങ്ങൾ എന്നെ കൈ പിടിച്ചിട്ട് എന്താ പറഞ്ഞേ? വലിയ കൈയോ? അതല്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഈ കൈയും ഈ കൈയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മാഷേ കുറേയധികം ചെരുപ്പുകൾ ഇട്ടിട്ട് അത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുമെന്നില്ല. കണ്ണ് കെട്ടിയിട്ടുണ്ട്. എങ്ങനെ എടുക്കാൻ പറ്റുക? ഷൂ അല്ല, എല്ലാം ഓൾമോസ്റ്റ് ഒരേ തരത്തിലുള്ള സാധനം. അതിനിടയ്ക്ക് തീർച്ചയായിട്ടും അത് കളിയുടെ ഭാഗമാണ് കേട്ടോ. മറ്റൊരു പീപ്പിളി ശബ്ദം കേട്ട് കഴിഞ്ഞാൽ സംശയിക്കാൻ സാധ്യതയുണ്ട്. അത് കളിക്കൊരു രസം കിട്ടാൻ വേണ്ടി ചെയ്തതാണെങ്കിലും അത് വലിയൊരു ഹിൻഡ്രൻസ് ആയിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അതിൻ്റെ ഒരു വിധത്തിലുള്ള മുഖത്ത് ഈ അസ്വാരസ്യം ഒന്നും കണ്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നിങ്ങളെക്കാട്ടും കൂടുതൽ കളിച്ചത് എനിക്ക് തോന്നുന്നു എല്ലാ ഓഡിയൻസാണ്. നിങ്ങളോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ, ഏതർത്ഥത്തിലാണ്. നമ്മളൊക്കെ നിർവികാരനായിട്ട് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും പറ്റുന്നില്ല. പാർവതി അവിടെ എത്തിയോന്ന് എനിക്ക് സംശയം തോന്നി. കാരണം അതിൻ്റെ തൊട്ടടുത്തൊക്കെ എത്തുമ്പോഴേ ഒന്ന് സഹായിക്കാൻ തോന്നുന്ന മനോഭാവമായി പോയി എല്ലാവർക്കും. ആ കാഴ്ച അതിരസകരമായിരുന്നു കേട്ടോ.
ദിവ്യ അത് ഇങ്ങനെ കെഞ്ചാണ്, ഞാൻ ഒന്ന് തൊട്ട് അങ്ങോട്ട് ആക്കി കൊടുക്കട്ടെ ഒന്നട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. വാസ്തവത്തിൽ ഗെയിമിൽ നമുക്ക് കിട്ടിയത് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. താങ്ക് യു. ശാശ്വതി. ശ്രീനാഥൻ കഷ്ടടാ, അവിടെ കിടന്ന് ഉരുണ്ട് നമ്മുടെ സിറിലിന്റെ മോൻ മുട്ടുകുത്തി നടക്കണ പോലെ നീ നടന്നിരുന്നു. ഓരോ ചെരുപ്പിന്റെ അടുത്തേക്കും ഇതാണോ ഈശ്വര, ഇതാണോ അപ്പൊ ഞങ്ങളൊക്കെ ചിരിക്കുമ്പോ പഴുത്തല വീണ് കാണുമ്പോ പച്ചലകളൊക്കെ ചിരിക്കേ. നിങ്ങൾക്കും നാളെ തന്നെ അവസ്ഥ. അത് നന്നായിട്ടായിരുന്നു, ചിരിച്ചു. ഓക്കെ, റംസാന. നല്ലൊരു ഗെയിമായിരുന്നു ശരിക്കും. ഞങ്ങള് അവിടെ ഇറങ്ങി വന്ന് എല്ലാ ഗെയിമും ഒന്നും ഞങ്ങൾക്ക് കൂടെ പരീക്ഷിക്കാൻ തരുമോ? കാരണം ഇവിടെ ഗെയിം ശരിക്കും ആഗ്രഹിച്ച ഒരാൾ പുറകിലിരിപ്പുണ്ട്, അടുത്ത വശത്ത്. സുമേഷ്. സുമേഷ് മറന്നുപോയിണ്ടാവും. അഞ്ജു. ശ്രീനാഥ് നന്നായിട്ട് ചെയ്തു. ഒരു ചെരുപ്പെങ്കിലും എടുക്കാൻ പറ്റിയല്ലോ, നന്നായിട്ട് ചെയ്തു. ലക്ഷ്മി. ഓരോ ചെരുപ്പും കാല് വെച്ച് കൊടുക്കുമ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളുടെ കാല് ചെരുപ്പ് വെച്ച് കൊടുക്കുന്നത് ആ ഒരു ലാഘവത്തോടെയാണ് ശ്രീനാഥ് ആ ഒരു ദിവ്യ സമീപിച്ചത്. നന്നായിട്ട് ചെയ്തു, ടാസ്ക് കൊള്ളാം. ഓക്കെ, അബിത. ശ്രീനാഥ്, ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഈ ചെറിയ കുട്ടികൾ ആന കളിക്കൂല, നമ്മൾ പിള്ളേരെ മേളിൽ വെച്ചിട്ട് അതേപോലെ. അപ്പം ദിവ്യ അവിടെ ഇരുന്ന് പറയണു അല്ല ഇവിടുന്ന് ഒന്ന് കാണിച്ചു തരാൻ ഇങ്ങനെ തോന്നുന്നുണ്ട് ദിവ്യക്ക്, പക്ഷെ കഴിയുന്നില്ല പാകത്തിന്. ആ ഒരു നിസ്സഹായാവസ്ഥ അവളുടെ മുഖത്ത് നന്നായി കാണായിരുന്നു. അതിടയ്ക്ക് ശ്വേതാജി വന്നിട്ട് എത്രത്തോളം ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്ത അപ്പോഴൊന്നും ശ്രീനാഥ് പക്ഷെ ടെൻഷൻ ഇല്ല. അവൻ ശ്രീനാഥ് മെല്ലെ ആലോചിച്ച് നോക്കൂ സുമേഷിന്റെ ഒരു അവസ്ഥ. ഇത് എന്നും ഇതന്നെയല്ലേ? അതെ, ഇങ്ങനെ തന്നെയല്ലേ? അത് കാണുന്നേ ഉള്ളൂ, കണ്ടോണ്ട് ഇട്ട് കൊടുക്കും, ഇത് കാണാണ്ടായിട്ട് നോക്കണു. നന്നായിരുന്നു. ഓക്കെ, സോ മാർക്സ്. ശാശ്വതി. 8.5. 8.5. റംസാന. 8.5. 8.5. അഞ്ജു. 8.5. 8.5. ലക്ഷ്മി. 8.5. 8.5. അബിത. 9 marks. 9 marks. ചേച്ചി. 9 marks. 9 marks. മാഷേ. 9 marks. Yes. 61 out of 70. No problem. Okay, good. Entertaining performance-ഉമായിട്ട് വരാൻ പോണത് ഷാഹുൽ ആൻഡ് ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി എന്നും എന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം.
ഒരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര തന്നനനനനന തന്നനനനന ശ്രീരാഗം. This was a poetic performance. Correct choice of song. പിന്നെ ആയിഷയ്ക്ക് വേണ്ടി എഴുതിയ ഒരു പാട്ട് പോലെ ഉണ്ട്. ഷാഹുലിന്റെ ഇൻവോൾവ്മെന്റ് അറ്റ് റൊമാൻസ്. രാവിലെ തൊട്ട് എന്നോട് പറയണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ റൊമാൻസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വന്നു ഷാഹുൽ വന്നു, കണ്ടെത്തി. സൂപ്പർ, താങ്ക് യു മാം. സൂപ്പർ. ചേച്ചി, സാധാരണ ഞാൻ ഷാഹുലിന്റെ കണ്ണ് കണ്ടിട്ടേ ഇല്ല, എപ്പോഴും അകത്ത് പോയിരിക്കും. ഇവിടെ വന്ന് ഷാഹുൽ ആ കണ്ണൊക്കെ വിടർന്ന് വേറൊരാളായിട്ടിരിക്കുന്നത് ഭയങ്കര രസം തോന്നി എനിക്ക്. അപ്പുറത്തെ വശത്ത് ആയിഷ ആണെങ്കിൽ ഭയങ്കര എന്തൊരു പ്രസൻസ് ആയിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പൊ നമ്മളെയൊക്കെ നോക്കുമ്പോഴാണ് ഇങ്ങനെ ആവുന്നത്. നല്ല രസമുണ്ടായിരുന്നു. It's not about the dance, it's about the chemistry and the love between you both. Beautiful. Thank you, ma'am. Very good. Very good. മാഷേ, എൻ്റെ പ്രായം കുറഞ്ഞു. അയ്യടാ, so sweet. ഇത് ആയിഷയ്ക്ക് വേണ്ടി തന്നെ ട്യൂൺ ചെയ്ത പാട്ടല്ലേ? അല്ല, ഇതൊരു പടത്തിന്റെ പാട്ടാണ്. ഇതോ? ഏയ് രസമായിട്ടുണ്ട്, വളരെ രസമായിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളിത് കളിക്കുമ്പോൾ ശ്വേതാജി പറഞ്ഞ പോലെ കവിതയായിരുന്നു, പ്രണയ കവിത അല്ലേ? അങ്ങനെയല്ല പറയണ്ടേ? കത്തിൻ്റെ ഉള്ളിൽ നേരത്തെ അന്ന് എഴുതിയ പ്രേമലേഖനത്തിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുള്ള ആ പെണ്ണിൻ്റെ മുഖം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വരികൾ അതിഗംഭീരാണ്. താങ്ക് യു. ഒരു ഡാൻസും അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു ലെറ്റർ, അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ അവർ തമ്മിലൊരു കെമിസ്ട്രി, അത് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ ലെറ്ററിന് ശേഷം ഇവൾക്ക് കിട്ടിയ പ്രസന്നത എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ റൂമിൽ പോയപ്പോഴേക്കും ഞാൻ കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് എടുക്കായിരുന്നു, അപ്പോഴേക്കും ഒരു കേക്കായിട്ട് വരുന്നു. സത്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇക്കാൻ്റെ മനസ്സിൽ ഇത്രയും എന്നോട് ഇങ്ങനെ ഒരു ഇതായിരുന്നോ, അതായത് ഇതെന്തുകൊണ്ടാണ് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു മുമ്പ് എന്നെ കൂടി സൂചിപ്പിച്ചില്ല. പക്ഷെ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഒരു അവസരം, അല്ലെങ്കിൽ സാർ ഇന്നലെ പറഞ്ഞ പോലെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അതൊക്കെ വേണ്ടിയിരുന്നതാണ്. അതൊക്കെ നമ്മൾ ചെയ്യാൻ സത്യം പറഞ്ഞാൽ വൈകിപ്പോയി. എന്തായാലും എക്സലന്റ് പെർഫോമൻസ്. ശാശ്വതി, ആയിഷ ഷാഹുൽക്ക് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഇവര് ശരിക്കും ജീവിക്കായിരുന്നു. ഷാഹുൽക്കയുടെ എക്സ്പ്രഷൻസ് പറയണ്ട കേട്ടോ, ഒരു എന്തെന്നാ പറയുക, നമ്മളൊരു സിനിമയിൽ കാണുന്ന പോലെ അത്രയും നല്ല ക്യൂട്ടായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആയിഷ സൂപ്പർ, ഒന്നും പറയാല്ലേ. കോസ്റ്റ്യൂം ആയാലും എല്ലാം കിടിലനായിരുന്നു. റംസാന, കിടു 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 പെർഫോമൻസ്. താങ്ക് യു. രണ്ടുപേരും എനിക്ക് പറയാനൊന്നുമില്ല, കാരണം ഫുൾ റൊമാൻറ്റിക് ആയിരുന്നു. എനിക്കതിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാനില്ല. ഡാൻസ് അടിപൊളിയായിരുന്നു, എക്സ്പ്രഷൻ അടിപൊളിയായിരുന്നു, ടെൻഷൻ മുഖത്തില്ലായിരുന്നു, എല്ലാം കൊണ്ട് സൂപ്പറായിരുന്നു. അഞ്ജു, നല്ല പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ നന്നായിട്ട് കളിച്ചു, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ഷാഹുലിന്റെ എക്സ്പ്രഷനും ആയിഷയുടെ എക്സ്പ്രഷനും നല്ല ഫീലിംഗ് എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു. ഓക്കേ, ലക്ഷ്മി. വാ മുംതാസ് വാ, പറയാറിഞ്ഞൂടാ. ശരിക്കും ഈ താജ്മഹലിലെ മുംതാസ് ഇല്ലേ, ആ ഒരു ഇതൊക്കെ ഇട്ട് ഈ പാട്ട് നിങ്ങൾ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് വരെ എവിടെ കേട്ടാലും ആ ഫിലിമിലെ സീനാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ഇനി തൊട്ട് ഈ പാട്ട് എവിടെ കേട്ടാലും നിങ്ങൾ ഈ കിടന്ന് ഡാൻസ് കളിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിൽ വരുള്ളൂ. അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട്, നല്ല എക്സ്പ്രഷൻ. ഒരു സെക്കൻഡ് പോലും നിങ്ങളുടെ ഇത് മാറി നിന്നില്ല, ആ കണ്ടിന്യൂസ്ലി ആ ഫ്ലോ ഉണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തു. ഓക്കേ, അബിത. അടിപൊളി, സൂപ്പർ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ജീവിക്കായിരുന്നു. അത് എനിക്കറിയാം, നിങ്ങൾക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതുപോലെ ഫുൾ ടൈം ഇവരെ ഒരുമിച്ചേ കണ്ടുള്ളൂ. ഞങ്ങളെല്ലാം അവിടെ വായടിച്ച് എല്ലായിടത്തും ഓടി നടക്കുമ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചേ ഇരിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും കളിയാക്കൂ, ഒന്ന് നീ ഇത് കുറച്ച് സമയമെങ്കിലും വിട്ടിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അത് ഇവിടെ ശരിക്കും നന്നായി വന്നു. പിന്നെ നല്ല കോസ്റ്റ്യൂം, അടിപൊളി. ഓക്കെ, മാർക്സ് പ്ലീസ്. ശാശ്വതി. 10. ഓ, റംസാന 10 മാർക്ക്. ഓ, അഞ്ജു 10. എന്താ ലക്ഷ്മി 10 മാർക്സ്. 10 മാർക്സ്. അബിത 5 + 5 10. ചേച്ചി
ആ 10 മാർക്സ് 100% ജസ്റ്റിഫൈഡ് ആണ്. പക്ഷെ എന്നാലും ഇനി ഒരാളും കൂടി ഇന്നങ്ങനെ നമ്മൾ ആലോചിക്കണമല്ലോ, അങ്ങനെ കൊടുത്തുവിടാന്നല്ല അവർക്കും. അതുകൊണ്ട് 9.5. 9.5. മാഷേ? ഞാനും പാർവതി തീരുമാനിച്ചിരുന്നത്. പക്ഷെ എനിക്ക് ആ 0.5 കുറയ്ക്കാൻ ഒരു കാരണവും കണ്ടെത്താൻ പറ്റുന്നില്ല. ഇതിൽ കുറച്ചാൽ പിന്നെ എങ്ങനെയാ ലിപ് മൂവ്മെന്റ് വരെ ശരിയായി, അതെ, അല്ലെങ്കിൽ പിന്നെ അതിൽ കുറയ്ക്കാമായിരുന്നു. അത് കൃത്യമായിട്ട്, അതുകൊണ്ട് എനിക്കത് തരാൻ തോന്നുന്നു. താങ്ക് യു സർ. 10. 10. താങ്ക് യു. Do not disturb. വിജയ്ക്ക് ലഭിക്കാൻ പോകുന്ന മിർയാസിന് 1 കോടി രൂപയുടെ സമ്മാനമാണ്. This is Shweta Menon. All of us saying goodbye, good night. On Lulu Celebrate Vardela Bharya Season 3 powered by Vival. Good night.